ഹലോ, ഞങ്ങളിന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള ഗയ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഇത് ബീഹാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കവാടത്തിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം 2 കിലോമീറ്ററോളം പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഗയയിലേക്കും അവിടുത്തെ ടെമ്പിളിലേക്കും ഒക്കെ എത്താൻ പറ്റുന്നത്. അവിടെ എത്തും തോറും ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിലുള്ള ടെമ്പിൾസും മൊണസ്ട്രീസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു തുടങ്ങി. ഞങ്ങൾ തിരക്ക് കൂട്ടി ഇവിടെ എത്തിയത് ഇവിടെ 5:30 മണി വരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമയമാകുമ്പോഴേക്കും ഇവിടെ എത്തിയത്. ഇവിടെ എൻട്രി ഫീ ഒന്നുമില്ല കേട്ടോ. പക്ഷെ നമ്മളിവിടെ എത്തിയപ്പോൾ പലരും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയുണ്ടായി. നമ്മളുടെ വാഹനത്തിൻ്റെ പാർക്കിംഗ് തന്നെ ഒരുപാട് ദൂരെ ഇട്ടിട്ട് പാസ് കിട്ടിയാൽ മാത്രമേ ഉള്ളിലേക്ക് കയറാൻ പാടുള്ളൂ എന്നൊക്കെയാണ് അവിടുത്തെ നാട്ടുകാർ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഞങ്ങളൊരു ധൈര്യത്തിൽ ഇങ്ങോട്ട് പോരുകയായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ഇരിക്കുന്ന ബുദ്ധൻ്റെ ഒരു വളരെ വലിയൊരു സ്റ്റാച്യു ആണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. ഇവിടെ വെച്ചിട്ടാണ് ഗൗതമ ബുദ്ധന് ബോധോദയം ഉണ്ടായത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതിൻ്റെ ഒരു സ്മരണാർത്ഥമാണ് ഇവിടെ ഇത്ര വലിയൊരു സ്റ്റാച്യു നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ബുദ്ധയുടെ ഡിസിപ്പിൾസ് ഉണ്ടല്ലോ, ശിഷ്യന്മാർ, അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതിനു ചുറ്റും ഡിസിപ്പിൾസിൻ്റെ പല രീതിയിലുള്ള സ്റ്റാച്യൂസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ആ സ്റ്റാച്യൂസിൻ്റെ അടിയിൽ അവരുടെ പേരും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുമുണ്ട്. നമ്മൾ ശരിക്കും ഭൂട്ടാനിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഭൂട്ടാനിലെ ബുദ്ധിസത്തിൻ്റെ പലതരത്തിലുള്ള ആരാധനാ രീതികളും കാര്യങ്ങളും ഒക്കെ നമ്മളവിടെ കാണുകയുണ്ടായി. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഇത് ഒരു ഇന്ത്യൻ ബുദ്ധിസം എന്നുള്ളത് വേറെ തന്നെയാണെന്നുള്ളത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുകയാണ് ഇവിടെ വരുമ്പോൾ. എന്തായാലും ബുദ്ധ ഇവിടെ മെഡിറ്റേറ്റ് ചെയ്യല്ലേ, അപ്പോൾ ധ്യാനം പെട്ടെന്നൊരു മെഡിറ്റേഷൻ ചെയ്യാനുള്ള ആഗ്രഹം വന്നു. ഇനി എങ്ങാനും വല്ല എൻലൈറ്റ്മെൻറ്റും കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാകണം. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ബുദ്ധയുടെ ഡിസിപ്പിൾസ് ആണ്. പല പേരുകളിൽ പല പോസ്റ്റേഴ്സിൽ ഇവിടെ നിൽക്കുന്ന പല രൂപങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റി നടന്നതിന് ശേഷം അടുത്തുള്ള കുറേ ടെമ്പിൾസ് ഇവിടെ ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ അവിടേക്ക് പോകാമെന്നുള്ളത് കരുതി. ഈ ഭാഗത്തായിട്ട് വിവിധ രാജ്യങ്ങളുടെ ബുദ്ധമതം റെപ്രസെൻ്റ് ചെയ്യുന്ന വിവിധ തരത്തിലുള്ള ടെമ്പിൾസ് ഉണ്ട്. ഇപ്പം നമ്മൾ കാണുന്നത് ടിബറ്റിലെ ബുദ്ധമതത്തിൻ്റെ ഒരു മൊണസ്ട്രിയും അതിനോട് ചേർന്നിട്ടുള്ള ഒരു ടെമ്പിളുമാണ്. ഈ ടിബറ്റിൽ വേറെയും പലതരത്തിലുള്ള ബുദ്ധ ടെമ്പിൾസ് ഉണ്ട്. അതിൽ ഒരു പ്രധാനമായിട്ടുള്ള ടിബറ്റൻ ബുദ്ധ ടെമ്പിളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മെഡിറ്റേറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ പ്രെയറിനും ഒക്കെ ആയിട്ട് നിരവധി ആൾക്കാർ ഇവിടെ എത്താറുണ്ട്. ടൂറിസ്റ്റുകളും വരാറുണ്ട്. അകത്ത് നമുക്ക് വലിയൊരു ബുദ്ധ പ്രതിമയും അതുപോലെ തന്നെയുള്ള മനോഹരമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ കാണാൻ സാധിക്കും. നമ്മൾ ഭൂട്ടാനിൽ നിന്ന് വരുന്നത് ആയതുകൊണ്ട് തന്നെ അവിടെയും ഏകദേശം ഇതേ രീതിയിലുള്ള ടിബറ്റൻ മാതൃകയിലുള്ള മൊണസ്ട്രീസാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പെയിൻറ്റിങ്ങുകളിലും കാര്യങ്ങളിലും ഒക്കെ സമാനത നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിലും ആളുകളുടെ പെരുമാറ്റത്തിലും അല്ലെങ്കിൽ ആരാധനാ രീതിയും ഒക്കെ തന്നെ വളരെയധികം വ്യത്യാസമാണ്. നമ്മൾ ഭൂട്ടാനിലുള്ള ഓരോ മൊണസ്ട്രീസിലും ഒക്കെ പോയപ്പോഴും അവിടെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം നമ്മൾ കണ്ടെത്തിയിരുന്നു. പക്ഷേ ഈ പ്രദേശങ്ങളിൽ അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്. പിന്നെ ആളുകളൊക്കെ വളരെ ഒച്ചത്തിൽ സംസാരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അവിടെ കുറച്ച് സാധനങ്ങൾ കണ്ടപ്പോൾ ധ്യാനും നിരഞ്ജനും എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യണം എന്നായി. ഭൂട്ടാനിൽ കണ്ടിട്ടുള്ള പല സാധനങ്ങളും നമ്മൾ ഇവിടെ വെച്ചിട്ട് മേടിക്കുമ്പോൾ അതിൻ്റെ 1/5% പോലും വിലയാകുന്നില്ല എന്നതാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് പോയത് ജപ്പാനീസ് ബുദ്ധ ടെമ്പിളിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് കയറി ചെന്നു. ഈ പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് ധാരാളം ഭിക്ഷാടകരെ നമുക്ക് കാണാം. അംഗഭംഗം സംഭവിച്ചവരും അല്ലാത്തവരുമൊക്കെ ആയിട്ട് ധാരാളം ഭിക്ഷാടനക്കാർ ഇവിടെയൊക്കെ ഇരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. എന്നാലും ഉള്ളിലേക്കൊന്നും അങ്ങനെ ഒരുപാട് പേര് കയറുന്നൊന്നുമില്ല. എല്ലാവരും വന്നിട്ട് ഉള്ളിലും ഫോട്ടോസും വീഡിയോസും ഒക്കെ വളരെ കോമൺ ആയിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. ഈ ഗയയിലുള്ള ഓരോ ക്ഷേത്രത്തിനും ഓരോ രാജ്യത്തിൻ്റേതായിട്ടുള്ളൊരു സംസ്കാര സ്പർശമുണ്ടെന്ന് നമുക്ക് തോന്നി. അത് ആ ടെമ്പിളിൻ്റെ ബോർഡുകൾ എഴുതിയിരിക്കുന്ന രീതി മുതൽ കെട്ടിട നിർമ്മാണ രീതികൾ തൊട്ട് അവിടുത്തെ പെയിൻറ്റിങ്ങുകൾ തൊട്ട് ബുദ്ധൻ്റെ സ്റ്റാച്യുവിൽ വരെ നമുക്ക് ആ തരത്തിലുള്ള ഡിഫറൻസ് വളരെ എവിഡൻ്റ് ആയിട്ട് അവിടെ നിന്ന് കാണാൻ പറ്റുമായിരുന്നു. ഞങ്ങളവിടെ ഈ മന്ത്രം എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചു. ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി എന്നുള്ള മന്ത്രം. ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു മന്ത്രമാണ് ഇത്.
കുറച്ച് സമയം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴും 1-2 പേരായിട്ട് അവിടേക്ക് ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നമുക്കിനി ഭൂട്ടാൻ മൊണസ്ട്രിയും അതുപോലെ തന്നെ ടിബറ്റൻ മൊണസ്ട്രികളും തായ് മൊണസ്ട്രിയും വിയറ്റ്നാമിൻ്റെ ടെമ്പിൾസും ചൈനീസ് ടെമ്പിൾസും ഒക്കെ കാണാനുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ ഇമ്പോർട്ടൻസ് തോന്നിയത് ബോധ് ഗയയിലുള്ള മഹാബോധി ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് ലോക്കലായിട്ടുള്ളൊരു ഓട്ടോ പിടിച്ചിട്ട് മഹാബോധി ടെമ്പിളിലേക്ക് പോയി. ആ ടെമ്പിളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് വാഷ്റൂമിൽ പോകണമെന്ന് തോന്നി. അപ്പോൾ നമ്മളിവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റി യൂസ് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോയി. അവിടുത്തെ കാഴ്ചകൾ ഞങ്ങളെ ശരിക്കും ഞെട്ടിച്ചു. പൈസ മേടിച്ചിട്ടാണ് നമ്മളെ ഉള്ളിലേക്ക് കയറ്റി വിടുന്നത്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ വെള്ളവും ഇല്ല, വെളിച്ചവും ഇല്ല, ഡോറിനൊരു ലോക്ക് പോലും ഇല്ല. ഇത്രയധികം ശോചനീയമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഇത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തെ പബ്ലിക് ടോയ്ലറ്റിന് ഉള്ളത് എന്നുള്ളത് ഞങ്ങളെ വളരെയധികം വിഷമിപ്പിച്ചു എന്ന് തന്നെ വേണം പറയാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ബോധ് ഗയ ടെമ്പിളിൻ്റെ പരിസരത്തെത്തി. അവിടെയൊക്കെ ആളുകൾ പലതരത്തിലുള്ള ബിസിനസ്സുകളും ചെറിയ ചെറിയ കച്ചവടങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അതിൽ കൂടെ നടക്കാനൊക്കെ. നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും പലതരത്തിലുള്ള ഗൈഡുകൾ നമ്മളുടെ ചുറ്റും കൂടി. നമ്മൾക്ക് ഗൈഡിൻ്റെ സഹായം വേണമെന്നുണ്ടായിരുന്നു എങ്കിൽ കൂടെ കുറേ പേരിങ്ങനെ ഒരേ സമയം വന്നപ്പോൾ നമ്മൾ ആകെ ഒന്ന് കൺഫ്യൂഷനായിട്ട് പോയി. എന്തായാലും ഉള്ളിലേക്ക് കടക്കാം, അത് കഴിഞ്ഞിട്ട് അവിടെ ഗവൺമെൻറ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഗൈഡിൻ്റെ സഹായം തേടാമെന്നാണ് നമ്മൾ കരുതിയത്. ഉള്ളിൽ കടന്നിട്ടുള്ള ദൃശ്യങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല. കാരണം നമ്മളിത് ഈ കാണുന്ന സ്ഥലത്ത് മൊബൈൽ ഫോണും നമ്മളുടെ ചെരുപ്പ് സാധനങ്ങളെല്ലാം നമ്മൾ പുറത്ത് ഏൽപ്പിച്ചിട്ട് വേണം അകത്തേക്ക് പോകാനായിട്ട്. ഞങ്ങൾ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് കയറി. അവിടെ ബുദ്ധന് എൻലൈറ്റ്മെൻറ്റ് ഉണ്ടായി എന്ന് വിശ്വസിക്കുന്ന സ്ഥലത്ത് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം വൈകിട്ട് നമ്മളിതാ ഈ കാണുന്ന ഹോട്ടലിൽ ഒരു റൂം എടുത്ത് ഇവിടെ കൂടുകയാണ് ഉണ്ടായത്. ഇനി നമുക്ക് നാളെ പോകാനുള്ളത് വാരണാസിയിലേക്കാണ്. യാത്രകൾ തുടരും.